ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ നിലപാടിന്ന് വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കും. നാളെ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കും. മാർച്ച് 14-നകം നിലപാട് അറിയിക്കാനായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, നിർണായക തീരുമാനമാണ് ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാരിന്റെ നിലപാട് ഇന്ന് അറിയാമെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യം ഇന്ന് തീരുമാനിക്കും. വൈകിട്ട് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിലായിരിക്കും തീരുമാനം ഉണ്ടാവുക. നാളെ സുപ്രീം കോടതിയെ അറിയിക്കും. നാളെയാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പറയാനുള്ള അവസാന ദിവസം. ആ അവസാന ദിവസമായിരിക്കും സർക്കാർ നിലപാട് അറിയിക്കുക. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് തീരുമാനത്തിൽ എത്തി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അല്പസമയത്തിനകം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ LDF-ലെ പ്രധാനപ്പെട്ട കക്ഷികളുടെ നേതാക്കളുമായി ഫോണിൽ സംസാരിക്കും. ആ സംസാരത്തിനു ശേഷമായിരിക്കും മന്ത്രിസഭാ യോഗത്തിലേക്ക് മന്ത്രിമാർ പോവുക. അവിടെയായിരിക്കും അന്തിമമായ തീരുമാനമെടുക്കുക. ഒറ്റക്കാര്യം മാത്രമേ അറിയാനുള്ളൂ. ഇതുവരെ CPM-ഉം സർക്കാരും എടുത്ത നിലപാട് യുവതീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു. സുപ്രീം കോടതിയെ സർക്കാർ അറിയിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയായിരുന്നു. അതിലേതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുന്നതുണ്ടോ, അതായത് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാടിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുന്നുണ്ടോ, വിശ്വാസികളുടെ താല്പര്യം അനുസരിച്ച് അത്തരമൊരു തീരുമാനം എടുക്കുന്നുണ്ടോ എന്നത് മാത്രമേ അറിയാനുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സർക്കാർ മുൻ നിലപാട് തിരുത്തി യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുള്ള ധാരണയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ LDF യോഗത്തിൽ മറ്റു കക്ഷി നേതാക്കളോട് കൂടി സംസാരിച്ചതിനു ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കൂ. അല്പസമയത്തിനകം ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളുമായി CPM-ന്റെ സംസ്ഥാന തലത്തിലെ പ്രധാനപ്പെട്ട MP ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ സംസാരിക്കും. 5 മണിക്കാണ് മന്ത്രിസഭാ യോഗം. എന്തായാലും ഇപ്പോൾ തന്നെ ഏതാണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്താണ് നിലപാടെടുക്കേണ്ടത്, CPM-ന്റെ സ്റ്റാൻഡ് എന്താണ് എന്നതിലൊരു ധാരണയായിട്ടുണ്ട്. അതുകൂടി വെച്ചിട്ടായിരിക്കും LDF-ലെ നേതാക്കളോട് സംസാരിക്കുക. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം എന്താണെങ്കിലും അത് അങ്ങനെ തന്നെയായിരിക്കും മന്ത്രിസഭ അംഗീകരിക്കുക. നാളെ സുപ്രീം കോടതിയെ അത് അറിയിക്കുകയും ചെയ്യും. റഹീസ്, ഈ സാഹചര്യത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു നിലപാട് കോടതിയെ അറിയിക്കേണ്ടി വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും അനുകൂല നിലപാടാണ് അവിടെ ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് മുൻപൊക്കെ സർക്കാർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിലപാട് അത് വളരെ നിർണായക ഘട്ടത്തിലല്ലേ CPM-ഉം സർക്കാരും? ഉറപ്പായും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. കാരണം ഇതിനകത്ത് സംസ്ഥാന സർക്കാർ തുടക്കത്തിൽ ഇതിന് എതിരായ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങി. പിന്നീട് വീടുകൾ കയറി അന്നെടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് തിരുത്താനുള്ള ഒരു സാഹചര്യം പിന്നീട് സുപ്രീം കോടതിയിൽ തിരുത്താനുള്ള ഒരു സാഹചര്യം സർക്കാരിന് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും പുനഃപരിശോധന നൽകിയത്. എന്തായാലും സുപ്രീം കോടതിയിൽ നാളെ നിലപാട് അറിയിക്കണമെന്നിരിക്കെ ഇന്ന് ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ ഇന്ന് നിർണായകമായ തീരുമാനമുണ്ടാകും.